നെല്ലിയാമ്പതിയിൽ 1000-500 ഏക്കർ തോട്ടം എടുക്കുന്നതിനൊന്നും നമ്മളാരും എതിരല്ല. പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് 1/1/77 മുമ്പ് കൃഷിഭൂമിയായിരുന്ന മുഴുവൻ തോട്ടങ്ങളും, മനസ്സിലായില്ലേ, പട്ടയം കൊടുക്കണം എൻ്റെ. പക്ഷെ ആർക്ക് പട്ടയം കൊടുക്കണം? അത് ഈ സമ്പന്നന്മാർക്ക് പട്ടയം ലീസിലെടുത്തിരിക്കുന്ന ഭൂമിയാണ്, കൃഷിഭൂമിയാണ്, പട്ടയം കൊടുക്കണം. ചെയ്യേണ്ടത് എന്താ? ഉദാഹരണം ഹാരിസൺ 60,000 ഏക്കർ സ്ഥലം അവിടെ ഇരിക്കുക, ലീസ് വീട് കഴിഞ്ഞതാണ്. എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്ന മുതലാളിമാരിൽ? ആ വസ്തു എടുത്തിട്ട് ഇവിടുത്തെ ആദിവാസികൾക്കും അടിസ്ഥാനവർക്കും പട്ടികജാതിക്കാർക്കും ഓരോ ഏക്കർ വെച്ച് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. കാര്യം നെല്ലിയാമ്പതി എന്നല്ല, ഇങ്ങനെ ഇഷ്യൂയെ സംസാരിച്ചിട്ടില്ല. സത്യം നിങ്ങളോട് ഞാൻ കള്ളം പറയാൻ അറിയാൻ പാടില്ല. ഞാനും മുഖ്യമന്ത്രിയും മാണി സാറും കുഞ്ഞാലി സാഹിബിലുള്ള സംസാരത്തിൽ ആകെ പറഞ്ഞത് UDFനെ ശക്തിപ്പെടുത്താൻ ഉള്ള മാർഗങ്ങളെപ്പറ്റി മാത്രമേ സംസാരിച്ചുള്ളൂ. നെല്ലിയാമ്പതി വന്നില്ല. പക്ഷേ നെല്ലിയാനെ അവിഹിത ഇടപാട് നടത്തുന്ന ആളുകൾ ആരൊക്കെയാണെങ്കിലും അവർ ദൈവത്തിന് മുമ്പ് ശിക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. സമൂഹത്തിന് മുമ്പിൽ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്ന് തന്നെയാണ്. കേശവ് പറയില്ലേ, കേശവ് പറയുന്നതൊന്നും വലിയ വില ഞാൻ കൽപ്പിക്കും. അത് ഉമ്മൻചാണ്ടി പറയട്ടെ, അപ്പോൾ ആലോചിക്കാം. MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മാന്യനും യോഗ്യനുമാണ്. പത്രം ഉദ്ദേശിച്ചിട്ടുള്ള ആള് മന്ത്രി ഗണേശനാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അത് മറ്റ് മന്ത്രിമാരുടെ പേര് ദോഷം ഉണ്ടാകരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ ഗണേശൻ്റെ പേരിലാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ഈ കാര്യം മുഖ്യമന്ത്രിയും UDFും ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായും ഇത് UDF ചർച്ചയ്ക്ക് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായിട്ട് വരുമല്ലോ ഇത്. അത് ചർച്ച ചെയ്യപ്പെടും, യാതൊരു സംശയം വേണ്ട. അത് UDFിൻ്റെ ചർച്ച കഴിയാതെ എനിക്ക് പറയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് ഇത് ചർച്ചയ്ക്ക് വരുന്ന ഉറപ്പല്ലേ. അല്ലെങ്കിലും കേരളീയ ജനസമൂഹം, പ്രത്യേകിച്ച് ഇന്ത്യൻ ജനസമൂഹവും സ്ത്രീ സംബന്ധമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാം. അതിപ്പോൾ ഫ്രാൻസിസ് ജോർജിൻ്റെ തന്ത PC ജോർജാന്ന് പറഞ്ഞാൽ ഉടനെ എൻ്റെയും അവൻ്റെ കൂടെ DNA ടെസ്റ്റ് നടത്തുന്ന അവൻ പറയുമോ? ഫ്രാൻസിസ് ജോർജ് തന്ത PC ജോർജ നിൽക്കട്ടെ, വേണ്ടാത്ത ചോദ്യത്തിൽ നിങ്ങൾ കിടക്കണ്ട. എനിക്ക് സൗകര്യമില്ല ഉത്തരം പറയാൻ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് തന്ത PC ജോർജ എന്ന് പറഞ്ഞാൽ ഉടനെ DNA ടെസ്റ്റ് നടത്തണം. അതാണ് അവൻ്റെ ആവശ്യം. കോൺഗ്രസ് MLAമാർ ദേശാടന പക്ഷി എന്ന് പറഞ്ഞാൽ KPCC ഏത് സ്ഥാനം ഇരുന്നിട്ടും ഒരു കാര്യമില്ല. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് വളരെ വ്യക്തമായി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. PC ജോർജ് ആരാണെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേട്ടവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് കോൺഗ്രസ് MLAമാരുടെ തന്നെ വായിൽ നിന്ന് ദേശാടന പക്ഷി എന്ന് പേര് കേട്ട അദ്ദേഹം പണി നിർത്തി വീട്ടിലിരിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫോണിൽ വിളിച്ച് ഇതിനോട് പറയണം, PC ജോർജ് ഈ ചീഫ് സാറിൽ നിന്നും മാറിയാൽ എനിക്ക് നിലനിൽപ്പ് ഗുണകരമാണ്, അദ്ദേഹത്തിന് ലാഭം ഉണ്ടാകണം, ഇല്ലേ പറ്റിയല്ല, ലാഭം ഉണ്ടാകണം, എനിക്കെൻ്റെ ലാഭമുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം എന്നോട് ഫോണിൽ പറഞ്ഞാൽ തീർച്ചയായും എൻ്റെ പാർട്ടി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ട്. ആ എവിഡൻസ് ആക്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ 40 ലക്ഷത്തിന് കണക്ക് കിട്ടിയല്ലോ, എനിക്ക് ഒരു 10-15 കോടി കണക്ക് ഇപ്പോൾ കിട്ടൂലല്ലോ. കൂടെ ഈ പണം എവിടെ പോയി? ആ പണം എവിടെ പോയി എന്ന് അന്വേഷിക്കുമ്പോൾ ഈ ശാലു മേനോനും അറസ്റ്റിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ശാലു മേനോനെ രക്ഷിക്കാൻ അതില്ല. ശാലു മേനോനെ രക്ഷിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഈ അന്വേഷണം മനുഷ്യരെ വഞ്ചിക്കാനാണെന്ന് ജനങ്ങളോടും നിങ്ങളോടും ഞാൻ ആദ്യം പറയും. അച്ഛനെ വിശ്വസിക്കാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ട് കൊണ്ട് പരാതി കൊടുത്ത കൊലപാതകമാണെന്ന് കൊലക്കേസായിട്ട് മാറുന്നത് 2013. അപ്പോൾ അത്രയും നാൾ ഈ നാട്ടിൽ കൂടെ ചെത്ത് കിടക്കാൻ അനുവദിച്ചതിൽ ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് നടന്നു, UDFിൻ്റെ കാലത്ത് നടന്നു. അത് എല്ലാവരും തുല്യമായിട്ട് ഉത്തരവാദിത്വം വഹിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. VSും കോടിയേരി ബാലകൃഷ്ണനും അല്ലേ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും, അവരുടെ കാലത്തല്ലേ ഇത് നടന്നത്. ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും ഉത്തരവാദിത്വമായിട്ട് എല്ലാം തുല്യമായിട്ട് അങ്ങ് ഏറ്റുകൊണ്ടാൽ മതി. ജനങ്ങളെ കളിപ്പിച്ചിട്ടൊന്നും MLAമാർ ജനങ്ങളല്ലേ വരണ്ടേ? MLAമാർ വരികയും പോവുകയും ചെയ്യുന്നു. ഒരു സത്യം ഞാൻ പറയാം, ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഫാസിസ്റ്റ് സമീപനത്തോട് അഭിപ്രായ വ്യത്യാസമുള്ള പല MLAമാരും ഇപ്പോഴും ഉണ്ട് എന്നത് സത്യമാണ്. ഞാൻ അവരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. സ്വാഭാവികമായി വരേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം തുടരാൻ കഴിയില്ല, അവിടെ ഇടതുപക്ഷമൊന്നും തുടരാൻ കഴിയില്ല.
അവർക്ക് പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് അവരൊക്കെ സ്വയം തീരുമാനം എടുക്കുമെന്ന് ഞാൻ കരുതുകയാണ്. വെറുതെ പറഞ്ഞു ആരിഫ് ചുമ്മാ ഗൗരിയമ്മയെ കളിപ്പിച്ച് MLA ആകുന്ന ഒരാളാണ്. പുള്ളിയൊന്നും വരികയാണ്. പുള്ളി വരുന്നത് ചുമ്മാ പറയാണ്. ഉറച്ചു നിൽക്കുകയാണ്. ഇടതുപക്ഷത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. CPM കാരനെ ഒരാളെ ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ നെയ്യാറ്റുകര മുനിസിപ്പൽ വൈസ് ചെയർമാനായിട്ടുള്ള ആള്, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ, അങ്ങനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് 10 ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടും അങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് ജേക്കബ് ഗ്രൂപ്പുകാരുടെ സ്ഥാനാർത്ഥിയാക്കി. എന്തിനാ? വർഗീയതയിൽ. ആ വർഗീയത അവിടുത്തെ നെയ്യാറ്റുകര ജനങ്ങൾ തിരിച്ചറിയും. അത് തിരിച്ചറിയുമ്പോഴാണ് ഞാൻ പറഞ്ഞ് 30,000-ലേക്ക് കയറുക. മനസ്സിലായി? ഒരു സംശയമില്ല. 35,000 വോട്ട് പഠിക്കും. ഞാൻ കണ്ടിട്ടില്ല വൃത്തികെട്ടൊരു കൈക്കൂലില്ല. അവനെ അവിടുന്ന് ഞാൻ ഓടിച്ചു. അത് തന്നെയല്ല, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഇവൻ എങ്ങനെ പിന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല. ഞാൻ എങ്ങനെ അവിടുന്നില്ല ആൾക്കാർ. ഇപ്പോ രസമല്ല, അതുപോലെ ഒരു വൃത്തികെട്ട പോലീസ് ഓഫീസർക്ക് പോലീസ് മെഡൽ കൊടുത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തലയ്ക്കകത്ത് വെളിച്ചം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ആ വിവരദോഷിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കും. ആരാ മന്ത്രിക്കണ്ട പോകുന്നോന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കും. അത് എനിക്ക് ചെയ്യാൻ കഴിയും. അതായത് ഞാൻ വളരെ വ്യക്തമായി ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ എനിക്ക് ചോദിച്ചാൽ ഇപ്പൊ ഇപ്പോ ശകുന്തളെ ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ ഉടനെ തോഴിയെ മതി എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രിയെ ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ ഉടനെ ജീവിതത്തിനെ മതി എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് മനസ്സിലായില്ല. അതായത് ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നലെ നമ്മുടെ ഇടുക്കി MP ശ്രീ PT തോമസ് അദ്ദേഹം ഞാൻ രാജിവെക്കണം എന്ന് മാത്രം വളരെ മോശമായ പരാമർശം നടത്തി. ആ സാഹചര്യത്തിൽ ഈ സ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ എന്ന് എൻ്റെ മനസാക്ഷിക്ക് ചോദ്യമുണ്ടായി. അതുകൊണ്ട് ഞാൻ പിരിയണം എന്നായിരുന്നു എൻ്റെ മനസാക്ഷി. ഞാൻ പാർട്ടി ചെയർമാനുമായി ബന്ധപ്പെട്ടു. അപ്പോൾ മാണിസാർ പറഞ്ഞത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 2 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും കേരള കോൺഗ്രസ് പാർട്ടിയുടേതാണ്, അത് PC ജോർജിൻ്റെ അല്ല. അങ്ങനെ പാർട്ടിയുടെ അനുവാദമില്ലാതെ ഇങ്ങനെ അഭിപ്രായം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ പ്രശ്നം. അത് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പിരിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമല്ല പറഞ്ഞത്, അതുകൊണ്ട് VC ഒരു രാജിവെക്കണമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല, കോൺഗ്രസ് പാർട്ടിക്കില്ല, അതുകൊണ്ട് രാജിവെക്കാൻ പാടില്ല എന്ന അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തി. പറയട്ടെ. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്നറിയാം. അത് കഴിഞ്ഞ് PT തോമസ് വേറെ മോശമായ ചില കാര്യങ്ങൾ പറഞ്ഞു. മാണിസാറും പിണറായി വിജയനും ജയരാജനും ചേർന്നുകൊണ്ട് ചർച്ച നടത്തി ഇന്നലെ 2 ദിവസം മുമ്പ്. അതെല്ലാം PC ഓറിൻ്റെ കളിയാണെന്ന്. എൻ്റെ സങ്കടം എന്താണെന്നറിയാം. പിണറായി വിജയനെ നേരിട്ട് കണ്ടിട്ടോ സംസാരിച്ചിട്ടോ 10 വർഷത്തിലായിട്ടില്ല. പോരെ, 10 വർഷം മിനിമം. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഒരു ചർച്ചയിലേ പങ്കെടുക്കാൻ പറ്റില്ല. മാണി സാർ ചർച്ച ചെയ്തിട്ടില്ല, പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. മാണി സാർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. വൃത്തികെട്ട ഈ പ്രചരണമായി PT തോമസ് ഇറങ്ങിത്തിരിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറ്റിക്കൂടി നിന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരായി കോൺഗ്രസിലെ ചില ഗൂഢശ്രമക്കാർ ഒരുമിച്ച് കൂടിക്കൊണ്ട് അദ്ദേഹത്തിന് അവമതിപ്പുണ്ടാക്കി അദ്ദേഹത്തെ തകർക്കണമെന്ന് ലക്ഷ്യമിടുന്ന ചില ആളുകൾ അദ്ദേഹത്തെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ PT തോമസ് ഈ രീതിയിലുള്ള വൃത്തികെട്ട പ്രചരണം നടത്തിയത്. ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം, അപ്പോൾ പത്രക്കാർക്ക് മനസ്സിലാവും. അവർ പറഞ്ഞത് നമ്മുടെ ഷേഡി ക്യാരക്ടർ ഒരു നന്ദകുമാർ, ഇതാണല്ലോ PT തോമസ് പറഞ്ഞത്. ഈ നന്ദകുമാർ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി 1-ാം പ്രതി VS അച്യുതാനന്ദനും 2-ാം പ്രതി നമ്മുടെ നന്ദകുമാറുമായി ഡാറ്റാ സെൻറ്റർ കച്ചവടത്തിൽ അഴിമതി കൊണ്ട് CBI അന്വേഷിക്കണമെന്ന് കേസ് ഫയൽ ചെയ്തു.
ആ കേസ് ഞാൻ ഫയൽ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഗവൺമെൻറ് ഒപ്പീനിയൻ ആരാഞ്ഞു. ഗവൺമെൻറ് ഒപ്പീനിയൻ ആരാഞ്ഞപ്പോൾ ഗവൺമെൻറ് അഡ്വക്കേറ്റിൻ്റെ ഹാജരായി പറഞ്ഞു CBI എൻക്വയറിക്ക് ഗവൺമെൻറ് സന്നദ്ധമാണ്. അപ്പോൾ കോടതി എന്നോട് ചോദിച്ചു എന്താണ്. അപ്പോൾ എൻ്റെ വക്കീൽ പറഞ്ഞു CBI എൻക്വയറിയാണ് ഞങ്ങളുടെ ആവശ്യം. ഗവൺമെൻറ് ആ പ്രമേയം ക്യാബിനറ്റ് അംഗീകരിച്ച സാഹചര്യത്തിൽ കേസ് ക്ലോസ് ചെയ്യാം. അങ്ങനെ കേസ് ക്ലോസ് ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞ് ഉണ്ടായ ഒരു അത്ഭുതം, ഈ നന്ദകുമാർ തന്നെ ഹൈക്കോടതി വന്ന് CBI എൻക്വയറി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. CBI എൻക്വയറി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു കോടതിയുടെ തീരുമാനമല്ല, ഗവൺമെൻറ് തീരുമാനമാണ്, അത് സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല, അത് റിവിഷൻ കേൾക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് നന്ദകുമാറിൻ്റെ കേസ് തള്ളി. ബഹുമാനപ്പെട്ട നന്ദകുമാർ സുപ്രീം കോടതി കൊണ്ട് വീണ്ടും കേസ് ഫയൽ ചെയ്തു. സുപ്രീം കോടതി അപ്പോൾ CBI എൻക്വയറി സ്റ്റേ ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ സുപ്രീം കോടതി ചെയ്തത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ഹൈക്കോടതി വിധിയെയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുക. ഇത് ഗവൺമെൻറ് തീരുമാനമാണ്. ഗവൺമെൻറ് തീരുമാനത്തെ സുപ്രീം കോടതിയല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് സ്റ്റേ ചെയ്യുന്നത്. അതിന് വിരുദ്ധമായി സുപ്രീം കോടതി ചെയ്ത് തെറ്റാണ് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ വിധി തിരുത്തണമെന്നും ആവശ്യപ്പെടാൻ സുപ്രീം കോടതി ഞാൻ കേസ് ഫയൽ ചെയ്തു. ആ കേസ് സുപ്രീം കോടതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഒപ്പീനിയന് വേണ്ടി അയച്ചിട്ട് മാസം 6 ഇതുവരെയും ആഭ്യന്തര വകുപ്പിൽ നിന്നും ഹൈക്കോടതി കൊടുത്ത സത്യവാങ്മൂലം പോലെ സുപ്രീം കോടതി മുമ്പിൽ ഗവൺമെൻറ് ഒപ്പീനിയൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് കേസ് താമസിക്കുന്നത്. ഒന്ന് ആലോചിച്ച് എത്ര സങ്കടകരമാണ്. അപ്പോൾ ഹൈക്കോടതിയല്ല, ഗവൺമെൻറ്റിൻ്റെ ഹോം ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ ഈ തെറ്റ് ചെയ്യുന്നത്, ഞാനല്ല. അപ്പോൾ ആഭ്യന്തര വകുപ്പാണ് അതിന് ഉത്തരവാദിത്വം. ഈ സുപ്രീം കോടതി 28-ാം തീയതി കേസ് വരും. അപ്പം ഞാൻ ഹാജരാകട്ടെ. അത് ഞാൻ കേസുകൾ കൊണ്ട് നടക്കുക. ഗവൺമെൻറ് അഭിപ്രായം കൊടുക്കാതെ തീരുമാനം വരുന്നില്ല. എത്രയോ ദുഃഖകരമെന്ന് ആലോചിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഈ സുപ്രീം കോടതിയിൽ ഹൈക്കോടതി കൊടുത്ത സത്യവാങ്മൂലം പോലെ ഗവൺമെൻറ് വക്കീൽ ഹാജരാകേണ്ടതാണ്. ഞാൻ ആഭ്യന്തരമന്ത്രിയോടും മുഖ്യമന്ത്രിയോട് ഈ കാര്യം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും നടപടി ഉണ്ടാകാത്തത് എനിക്ക് ദുഃഖമാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടുക്കി ജില്ലയിലുള്ള കൃഷിക്കാരൻ, ആ കൃഷിക്കാരന് മുഴുവൻ പട്ടയം കൊടുക്കണം. കേരളത്തിലെ കൃഷി 1/1/77 മുമ്പ് കൃഷിഭൂമിയായിരുന്ന മുഴുവൻ കൃഷിഭൂമിക്കും പട്ടയം കൊടുക്കണമെന്നാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെയും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. പക്ഷേ ആ പട്ടയം കൊടുക്കുന്ന പാര വെച്ചുകൊണ്ട് ഇടുക്കി ജില്ല മുഴുവൻ പരിസ്ഥിതി ദുർബല പ്രദേശമാക്കി മാറ്റണമെന്ന് പറയുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് പറയുന്ന PT തോമസിന് ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് വേണ്ടി ശബ്ദിക്കുന്ന എന്നോട് കേരള കോൺഗ്രസിനോട് വ്യക്തിപരമായ ശത്രുതയാണ്. ആ ശത്രുത തീർക്കാൻ, ഉമ്മൻചാണ്ടിയോടുള്ള ശത്രുതയും ഒരുമിച്ച് തീർക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് PT തോമസ് നടത്തുന്നത്. അതുകൊണ്ട് PT തോമസിൻ്റെ ആ പ്രവർത്തനം എന്താണെന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. വളരെ വ്യക്തമാണ്. അതായത് താൻ വിശ്വസിച്ചവരും താൻ വിശ്വസിച്ച് ഏറ്റവും വിശ്വസ്തരായി കണ്ടവരും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ സ്റ്റാഫും ചേർന്ന് ഇതുപോലെ വിഷമവൃത്തത്തിലാക്കിയ ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ മനപ്രയാസം, അദ്ദേഹത്തിൻ്റെ വേദന കാണുമ്പോൾ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഈ രാഷ്ട്രീയം നിർത്തി വീട്ടിൽ പോയതിനെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അഭിപ്രായം എനിക്കുള്ളത് ഞാനാണ്. ദുഃഖകരം. എന്ത് പറഞ്ഞില്ല, വഷളാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്, ധാർമ്മികത ഓരോ വ്യക്തിക്കും ഇഷ്ടപ്രകാരമുള്ളതാണ്. മുഖ്യമന്ത്രി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ധാർമ്മികത അദ്ദേഹം നിശ്ചയിക്കും, എൻ്റെ ധാർമ്മികത ഞാൻ നിശ്ചയിക്കുന്നതാണ്. അത് മുഖ്യമന്ത്രി ധാർമ്മികത അദ്ദേഹത്തെ നിശ്ചയിക്കാം, ഞാനൊരു തർക്കമില്ല. അതായത് ഇങ്ങനെ ഉടനെ അർത്ഥമില്ല എന്ന് പറഞ്ഞത് ഇത് എവിടാ പ്രശ്നം? മുന്നണിക്കകത്തുള്ള ഘടകകക്ഷികളൊന്നും പ്രശ്നമില്ല, കോൺഗ്രസ് പാർട്ടിക്കകത്ത് മാത്രമാണ് പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡുമാണ്. അത് ഉടൻ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലുള്ള ഈ തെറ്റിദ്ധാരണ മുഴുവൻ മാറ്റാനുള്ള നടപടി വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കോടതിയുടെ പരാമർശനം പോലീസ് എൻക്വയറി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ടീമാണ്. ആ ടീം ശരി ചെയ്യുന്ന മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്.
ആ ടീമിൻ്റെ പ്രവർത്തനത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിയത്